السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربي زدنا علما نافعا. الحمد لله. നമ്മൾ 40ാമത്തെ ആയത്താണ് കഴിഞ്ഞതല്ലേ. ബനി ഇസ്രായേലിന്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണ്ടു. ഫസ്റ്റ് ആയത്തും കണ്ടു. നമുക്ക് ഇനി അങ്ങോട്ട് കുറേ ആയത്തുകൾ ബനി ഇസ്രായേൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് തുടരാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ ആയത്തുകൾ ആയത്ത് 41 42. ട്രാൻസ്ലേഷൻ കാണാം. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഞാൻ ഇറക്കിയ വേദത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങളുടെ വശമുള്ള വേദങ്ങളെ ശരിവെക്കുന്നതാണ്. അതിനെ ആദ്യം നിഷേധിക്കുന്നവർ നിങ്ങളാകരുത്. എൻ്റെ വചനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾ വിൽക്കരുത്. എന്നോട് മാത്രം ഭക്തി പുലർത്തുക. തുടർന്ന് ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. ബോധപൂർവം സത്യം മറച്ചു വെക്കുകയും അരുത്. വേർഡ് അനാലിസിസ് നോക്കാം ഇൻഷാ അല്ലാഹ്. വ ആമിനു, റൂട്ട് ഹംസ മീം നൂൻ, നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ഈമാൻ എന്നുള്ള വാക്ക്. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യൂ. ബിമാ, യാതൊന്നിൽ, ബി പ്ലസ് മാ ആണ്. അൻസൽ തു, ഞാൻ ഇറക്കിയത്. അവിടെ തു എന്ന് അവസാനിക്കുന്ന വാക്കുകൾ ഞാൻ, അൻആം തു എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ചെയ്തത് എന്ന് പറയും. ഓക്കെ. ഐ ഹാവ് സെൻറ്റ് ഡൗൺ, ഞാൻ ഇറക്കിയത്. മുസദ്ദിഖൻ, ശരിവെക്കുന്നതായിട്ടുള്ളത്, സത്യപ്പെടുത്തുന്നതായിട്ടുള്ളത്. ലിമ, യാതൊന്നിനെ. മഅക്കും, മഅ പ്ലസ് കും, നിങ്ങളുടെ കൂടെ ഉള്ളത്. കും ആയതുകൊണ്ട് നിങ്ങളുടെ, മഅ കൂടെ. വലാ തകൂനു, നിങ്ങൾ ആവാതിരിക്കുകയും ചെയ്യൂ. വ പ്ലസ് ലാ പ്ലസ് തകൂനു, ഔവൽ ഒന്നാമത്തെ, കാഫിരിൻ അവിശ്വസിക്കുന്നവർ. ഇവിടെ ഔവൽ മാത്രമേ ഉള്ളൂ ഒരു പുതിയ റൂട്ട്. ബിഹി അതിനെ, വലാ തഷ്തറു നിങ്ങൾ വാങ്ങാതിരിക്കുകയും ചെയ്യൂ. ഷീൻ റോയ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ള റൂട്ട് തന്നെയാണ്. ഇവിടെ അവസാനം വാവ് അലിഫ് വന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും എന്നുള്ള അർത്ഥം. ത ആദ്യത്തിൽ വന്നതുകൊണ്ട് എന്താണ്, നീ എന്ന് വരും. അവസാനം വാ അലിഫും കൂടെ ചേരുമ്പം അത് പ്ലൂറലായിട്ട് നിങ്ങൾ എല്ലാവരും എന്ന് വരും. ബി ആയാത്തി, എൻ്റെ ആയത്തുകൾക്ക്. ഓക്കെ. ബി പ്ലസ് ആയാത്ത് പ്ലസ് യ, അവസാനം യാ വന്നതുകൊണ്ടാണ് എൻ്റെ ആയത്ത് ആവുന്നത്. ഓക്കെ. ബി ആയാത്തി, എൻ്റെ ആയത്തുകൾക്ക്. സമനൻ വില, സ മീം നൂൻ, ഖലീലൻ ഖാഫ് ലാം ലാം തുച്ഛമായ, വ ഇയായ എന്നെ തന്നെ, വ പ്ലസ് ഇയ പ്ലസ് യ. നമ്മൾ ഇയാക്ക പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഇയായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുവിൻ, തഖ്വ പാലിക്കുവിൻ. ഇവിടെ ശരിക്കും ഫത്തഖൂനി ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഫർഹബൂനി പോലെ ഫത്തഖൂനി ആണ്. അവസാനത്തെ യാ കട്ടാവുന്നതാണ്. അപ്പൊ ഫത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുവിൻ. തുടർന്ന് വലാ തൽബിസു, തൽബിസ് ലാം ബ സ, വ പ്ലസ് ലാ പ്ലസ് തൽബിസു ആണ്. നിങ്ങൾ കൂട്ടിക്കലർത്താതിരിക്കൂ. ത ആദ്യം വന്നത് കൊണ്ടാണ് നീ ആയത്. അവസാനം വാവ് അലിഫ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും. ഓക്കെ. ഇവിടെ ലാം ബാസാർ ആണ് റൂട്ട്. ഇതിന് രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങൾ ഉണ്ട്. അതായത് ലാം ബാസ റൂട്ട് വരുമ്പം ലബസ യൽബസു വരും, അതുപോലെ ലബിസ യൽബിസും വരും. ലബസ യൽബസു എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക, എന്തെങ്കിലും ഒന്നിനെ കവർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ലിബാസ് വസ്ത്രം അല്ലെ, അല്ലെങ്കിൽ കവർ ചെയ്യപ്പെട്ടത്. ഹുന്ന ലിബാസുൻ ലക്കും അൻതും ലിബാസുൻ ലഹുന്ന അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ആയത്ത്. അവൻ അവൾക്കും അവൾ അവൻക്കും അവനും വസ്ത്രമാണ്, അല്ലെങ്കിൽ പുരുഷന്മാര് സ്ത്രീകൾക്കും അതുപോലെ തിരിച്ചു. ലബിസ യൽബിസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ചെയ്യുക, എന്തെങ്കിലും വേറെ ഒന്നിനോട് മിക്സ് ചെയ്തിട്ട് അത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുന്നതിനാണ് ലബിസ യൽബിസു എന്നുള്ള വാക്ക് പറയുന്നത്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ മുളക് പൊടിയും
ഇച്ചിരി ഇഷ്ടികപ്പൊടിയും അത് തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് മറ്റേതെന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മിക്സ് ചെയ്യുന്നതിനാണ് തൽബിസു അല്ലെങ്കിൽ ലബിസ എന്ന് പറയുന്നത്. അൽ ഹഖ് സത്യത്തെ, ബിൽ ബാത്തിൽ സത്യവും സത്യവുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. വതക്തുമു ഇതും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റൂട്ടാണ്. കാഫ് താമീം. തക്തുമു എന്ന് വെച്ചാൽ മറച്ചു വെക്കുക. ഓക്കെ, ഇവിടെ അതേപോലെ താ ആദ്യം വന്നതുകൊണ്ട് നീ, വാവ് അലിഫ് അവസാനം വന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും. ഓക്കെ, അപ്പൊ നിങ്ങൾ മറച്ചു വെക്കാതിരിക്കുകയും ചെയ്യുക. അൽ ഹഖ് സത്യത്തെ, വ അൻതും നിങ്ങളാവട്ടെ. ഇവിടുത്തെ വാ എന്ന് പറയുന്നത് ആൻഡിന്റെ വാ അല്ല, വയിൽ, അതായത് നിങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എന്ന് പറയുന്ന വാ ആണ്. അൻതും തഅലമൂൻ അറിയുന്നവർ. ഓക്കെ, നിങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ഐൻ ലാം മീം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള റൂട്ടാണ് ഇത് നമ്മൾ. ഓക്കെ, നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. വ ആമിനു, ആമിനു എന്ന് പറയുന്നത് റൂട്ട് ഹംസ മീം നൂൻ, ഈമാൻ. ഈമാനിൽ നിന്നാണ് ആമിനു. അപ്പം എന്താ അർത്ഥം? നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുക. നിങ്ങൾ എല്ലാവരും എന്തിൽ വിശ്വസിക്കണം എന്നാ പറയുന്നത്? ബിമാ അൻസൽ തു, ഞാൻ ഇറക്കിയത് എന്തോ അതിൽ, യാതൊന്ന് അത് ഞാൻ ഇറക്കിയോ അതിൽ. അൻസൽ തു നൂൻ സായി ലാം, അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയത് അല്ലെ. എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് അള്ളാഹു ഇറക്കിയത് ഖുർആൻ. അപ്പൊ ബനി ഇസ്രായേലിന്റെ അടുത്ത് ഡയറക്റ്റ് അള്ളാഹു സുബ്ഹാനഹു തആല ക്ലിയർ ആയിട്ട് പറയാണ്, ഞാനിതാ അവസാനമായിട്ട് ഒന്ന് ഇറക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അള്ളാഹു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ചോയ്സ് ഇല്ല അല്ലെ. ഓ വേണ്ട, നമ്മൾ തൗറാത്തിൽ വിശ്വസിച്ചാൽ മതി, അത് തന്നെ ധാരാളമാണ് എന്ന് പറയാൻ അവർക്ക് പിന്നെ ഒരു ചോയ്സ് ഇല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നിങ്ങൾ വിശ്വസിക്കൂ. അതൊരു കൽപ്പനയാണ് അല്ലെ. ആമിനു ബിമാ അൻസൽതു ഒരു കൽപ്പനയാണ്. അപ്പം അവർക്ക് തോന്നിയ പോലെ ഇല്ല, ഞങ്ങൾ അതിനകത്ത് വിശ്വസിക്കൂല എന്ന് പറയാൻ ഒരു ഓപ്ഷൻ ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. അള്ളാഹു പറയാണ് മുസദ്ദിഖൻ, അതെന്താണെന്നാ പറയുന്നത്? സത്യപ്പെടുത്തുന്നതാണ്, കൺഫേം ചെയ്യുന്നതാണ്. എന്തിനെയാണ് അത് കൺഫേം ചെയ്യുന്നത്? ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെ ഉള്ളതിനെ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ. എന്താണ് അവരുടെ കയ്യിലുള്ളത്? ബനി ഇസ്രായേലിന്റെ കയ്യിലുള്ളത് എന്താണ്? തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ അല്ലെ. അവർക്ക് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. അതിനു പുറമെ ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ, കാരണം എല്ലാവർക്കും ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ല, പലരും അവരെ പലതും പഠിപ്പിച്ചിട്ടുമുണ്ട് അല്ലെ. അപ്പം ഓരോരുത്തർക്കും ഇറക്കിയ ഗ്രന്ഥങ്ങളും, അപ്പം ഈ ഇവയൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്, മഅക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ്. മുസദ്ദിഖൻ, സ്വാദ് ദാല് ഖാഫ. സിദ്ഖ്, സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. മുസദ്ദിഖൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾ തസ്ദീഖ് ചെയ്യുന്നോ അവനാണ് മുസദ്ദിഖ്. അപ്പം തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സത്യസന്ധതയെ ഉറപ്പിക്കുക, കൺഫേം ചെയ്യാം. ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ സത്യസന്ധതയെ ഉറപ്പിക്കുന്നതിനാണ് തസ്ദീഖ് എന്ന് പറയുന്നത്. അപ്പം ഒരു ടീച്ചർ ക്ലാസ്സിൽ നിൽക്കുമ്പം ഒരു സ്റ്റുഡന്റ് വന്ന് പറയാണ്, ടീച്ചറെ പുറത്തുനിന്ന് ആരോ വിളിക്കുന്നുണ്ടെന്ന്. ആ കുട്ടി പോയി വേറൊരാളും കൂടെ വന്നിട്ട് പറയാൻ, ശരിയാണ് ടീച്ചർ പുറത്തുനിന്ന് ആരോ വിളിക്കുന്നുണ്ട്. അതായത് വീണ്ടും വന്ന് പറഞ്ഞ് കൺഫേം ചെയ്യാണ്, പറഞ്ഞത് ശരിയാണ്. അപ്പം ആദ്യത്തെ സ്റ്റുഡന്റ് പറഞ്ഞതിന്റെ സത്യസന്ധതയെ രണ്ടാമത്തെ സ്റ്റുഡന്റ് കൺഫേം ചെയ്യണം. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം നടന്നു എന്ന് പറയുമ്പം അതിനെ വെരിഫൈ ചെയ്യുന്ന, അത് സത്യമാണെന്ന് തെളിയിക്കുന്ന, അല്ലെങ്കിൽ സത്യമാണെന്ന് ഒരു എക്സ്ട്രാ വാക്ക് കൊടുത്ത് ഉറപ്പിക്കുന്ന ആളെയാണ് എന്താണ് മുസദ്ദിഖ് എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ എന്താണെന്നാ പറയുന്നത്? മുസദ്ദിഖ് ആണ്. എന്തിനെയാണ് മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നത്? നിങ്ങളുടെ കയ്യിലുള്ളതിനെ. എങ്ങനെയാണ് ഖുർആൻ അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത്? തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ നമുക്ക് നോക്കാം. 2 വഴികളുണ്ട്. ഒന്ന്, തൗറാത്ത്, ഇഞ്ചീല് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ബനി ഇസ്രായേല് അത് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ളത് തന്നെയാണെന്നാണ് അവര് വിശ്വസിക്കുന്നത് അല്ലെ. ഖുർആനും ഇത് പറയുന്നുണ്ട്, കാരണം തൗറാത്തും ഇഞ്ചീലും അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഇറക്കിയിട്ടുള്ളതാണെന്ന് അല്ലെ. ഖുർആൻ ഈ ഒരു കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹു ഇറക്കിയത് തന്നെയാണ്, അത് ദൈവികമായിട്ട് വഹിയായിട്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കൺഫർമേഷൻ. ഇനി രണ്ടാമത്തത്, ഖുർആന്
തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഇങ്ങനെ ഒരു അന്ത്യപ്രവാചകൻ വരുമെന്നും ഇപ്രകാരം ഒരു ഗ്രന്ഥം വരുമെന്നും അതിന്റെ രണ്ടിന്റെയും ഡിസ്ക്രിപ്ഷൻ ഇന്നതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരും, ഇങ്ങനെ ആയിരിക്കും, അതേപോലെ ഖുർആൻ വരും, ഖുർആൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഫുൾ ഡിസ്ക്രിപ്ഷൻ അടക്കം തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞതിനെ എക്സാക്ട്ലി കൺഫേം ചെയ്യുന്ന പോലെയാണ് ഖുർആൻ വന്നിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. അതേപോലെ അതിനകത്ത് എന്ത് പറഞ്ഞോ അതുപോലെയാണ് ഖുർആൻ വന്നിട്ടുള്ളത്, അതുപോലെയാണ് അതേ ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയില്ലേ, ജൂതന്മാര് മദീനയില് എത്താനുള്ള കാരണം അവരവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷിച്ച് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഖറയിൽ തന്നെ 146-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന ആതീനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഏതൊരുവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടുവോ, കിതാബ് നൽകപ്പെട്ടുവോ, അവർക്ക് അവനെ അറിയാം. എപ്രകാരം? അവർക്ക് അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയായിരുന്നു, പ്രവാചകൻ ഒരു നബിയാണെന്ന് അറിയായിരുന്നു. എപ്രകാരം അവർക്ക് അറിയാന്ന് വെച്ചാല് അവർക്ക് അവരുടെ സ്വന്തം മക്കളെ എങ്ങനെ അറിയാമായിരുന്നോ അതുപോലെ. ഏതൊരാൾക്കും സ്വന്തം മക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അല്ലെ? ഏറ്റവും എളുപ്പം സ്വന്തം മക്കളെ ഐഡന്റിഫൈ ചെയ്യാനാണ്, വേറെ പുറത്തുള്ള ഒരാളെക്കാളും. അപ്പം അത്രയും എളുപ്പത്തിൽ അവർക്ക് പ്രവാചകനെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നു. പ്രവാചകനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന അടുത്ത പ്രവാചകൻ എന്ന്. അവർക്കൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. അപ്രകാരം ഖുർആന് മുസദ്ദിഖാണ് തൗറാത്തിലും ഇഞ്ചിയിലും ഉള്ള സത്യങ്ങളെ, തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ സത്യപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും. നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തി കൊണ്ട് ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ അവർ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരതിനെ പിന്തുടർന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഈമാൻ ഒരിക്കലും സ്വീകാര്യമല്ല, അല്ലെ? അവര് മാത്രമല്ല, അവരെ വിശ്വസിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു പ്രതിഫലത്തിനുള്ള കാരണം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തരത്തിലുള്ള ആളുകൾക്ക് ഡബിൾ റിവാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഡബിൾ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ 3 തരത്തിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഇത്. സലാസത്തു ലഹും അജ്റാനി റജുലും മിൻ അഹ്ലിൽ കിതാബി ആമന ബിനബിയിഹി വ ആമന ബിമുഹമ്മദിൻ. അതായത് 3 ആളുകൾക്ക് 2 പ്രതിഫലമാണ്. അവയിൽ ഒന്ന് എന്താന്ന് വെച്ചാല് അഹ്ലുൽ കിതാബിൽ നിന്ന്, അതായത് ഗ്രന്ഥത്തിന്റെ ആളുകളിൽ നിന്ന് അവരുടെ നബിയിൽ വിശ്വസിക്കുകയും ചെയ്തു, എന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിച്ചു എങ്കിൽ അവർക്ക് ഡബിൾ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പ്രവാചകന്മാരിൽ ഒരു ശരിയായ വിശ്വാസിയാണ്, എന്നിട്ട് അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് 2 പ്രതിഫലമാണ്. അപ്പം എന്തുകൊണ്ടും അവർക്ക് ഗുണമുള്ള കാര്യം തന്നെയാണ് അവരോട് പറയുന്നത്, അല്ലെ? അതൊരു വലിയ കാര്യം തന്നെയാണ്. ആമിനു ബിമാ അൻസൽതു, ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല, കാരണം നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് ഇറക്കിയിട്ടുള്ളത്. മുസദ്ദിഖൻ ലിമാ മഅക്കും, അല്ലേ? നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണം ഇല്ല. അതൊരു പുതിയ കാര്യം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാര്യം ഒന്നുമല്ല. തുടർന്ന് അള്ളാഹു പറയാണ്, വലാ തകൂനു, നിങ്ങൾ ആവരുത്, ഔവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത്, ഹംസ വാവ് ലാം, നിങ്ങൾ ഒന്നാമത്തത് ആവരുത്. എന്തിന്റെ ഒന്നാമത്തത്? കാഫിരിൻ, നിഷേധികളിൽ, അവിശ്വാസികളിൽ, വിശ്വസിക്കാത്തവരിൽ പെടരുത്. ബിഹി, അതിൽ അവിശ്വസിക്കാത്ത ഏറ്റവും ആദ്യത്തെ കൂട്ടരിൽ നിങ്ങൾ പെടരുത്. ഏതില്? ഖുർആനിൽ, അല്ലെ? ഖുർആനിൽ അവിശ്വസിക്കുന്ന ഏറ്റവും ആദ്യത്തെ കൂട്ടരിൽ നിങ്ങൾ പെടരുത്. അതിന്റെ അർത്ഥം ഓക്കെ രണ്ടാമത്തെ കൂട്ടത്തിൽ പെടാന്നോ മൂന്നാമത്തെ കൂട്ടത്തിൽ പെടാന്നോ അല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ആദ്യം എന്ന് പറയുന്നത്? അതായത് നിങ്ങൾ ഇതിനകത്ത് അവിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മോശം മാതൃകയാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നില് വരുന്നവരൊക്കെ അവിശ്വസിക്കും. സുബ്ഹാനല്ലാഹ്. അതന്നെയല്ലേ നടന്നിട്ടുള്ളത്, അല്ലേ? അന്നത്തെ കാലത്ത് ജൂതന്മാര്, ക്രിസ്ത്യാനികൾ അവർ ഇതിനകത്ത് അവിശ്വസിച്ചത് കൊണ്ട് അവരുടെ പിന്നാലെ വന്ന സമൂഹം മൊത്തം അതിനെ അവിശ്വസിച്ചു. അപ്പം നിങ്ങൾ ഇപ്രകാരം ആദ്യം തന്നെ ഇതിൽ അവിശ്വസിച്ചിട്ട് ഒരു മോശം മാതൃക സെറ്റ് ചെയ്യരുത്. ഇതിന് വേറൊരു ആംഗിൾ എന്താന്ന് വെച്ചാൽ, ഈ അവല കാഫിരും ബിഹീനെ മനസ്സിലാക്കേണ്ട വേറൊരു ആംഗിൾ എന്താന്ന് വെച്ചാൽ,
സത്യം പറയുകയാണെങ്കിൽ ഇവർ ജൂതന്മാരെക്കാളും മുമ്പേ മക്ക മുശ്രിക്കുകൾ ഓൾറെഡി ഖുറാനെ നിഷേധിച്ചവരാണ് അല്ലെ. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യത്തെ നിഷേധികളാവരുതെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ എൽമുള്ള ആളുകൾ, കാരണം മക്ക മുശ്രിക്കുകൾ അവര് ഉമ്മിയൂനാണ് അല്ലെ, അവർക്ക് എൽമുണ്ടായിരുന്നില്ല. അപ്പം എൽമുള്ള ആദ്യത്തെ കൂട്ടരെന്ന് പറയുന്നത് ആരാണ്? ബനി ഇസ്രായേലാണ്. അപ്പം അവര് മുശ്രിക്കുകൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കാരണം അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് കേസ് വേറെയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളുടെ കയ്യിൽ ഗ്രന്ഥമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലാണ്, നിങ്ങളുടെ തലയ്ക്ക് മേലെ വലിയൊരു ഭാരമായിട്ട് നിൽക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ നിങ്ങൾക്ക് അറിവുണ്ടായിട്ട് നിങ്ങൾ അറിവില്ലാതെ പോലെ നടിക്കുന്നത് പോലെ ആവും. അപ്പം അത് ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലാണ് അവല കാഫിരിൻ ബിഹ് എന്ന് പറയുന്നത്. തുടർന്ന് അള്ളാഹു പറയാണ് വലാ തഷ്തറു, നിങ്ങൾ വാങ്ങരുത്. തഷ്തറു ഷീൻ റോ യാ, ഇഷ്തിറ എന്ന് പറഞ്ഞാൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ്, കച്ചവടം ചെയ്യുന്നതിന് ഇഷ്തിറ എന്ന് പറയും. ഇവിടെ ഇത് വാങ്ങുന്നതിന്, എടുക്കുന്നതിനാണ് പറയുന്നത്. കാരണം നമ്മൾ മുമ്പ് ഉലായിക അല്ലദീന ഇഷ്തറവു ളലാലത ബിൽ ഹുദാ പറഞ്ഞിരുന്നു അല്ലെ, അവര് ഹിദായത്ത് കൊടുത്ത് വഴികേട് വാങ്ങിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾ ഇവിടെ വാങ്ങരുത്. എന്ത്? ബി ആയാത്തി, എന്റെ ആയത്തുകളെ. എന്താണ്? സമനൻ, ഒരു വില. സമനൻ എന്ന് പറഞ്ഞാല് സാ മീം നൂൻ, ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൈസ്. ഖലീലൻ, ഖലീലൻ എന്ന് വെച്ചാൽ വളരെ ചെറുത്, തുച്ഛമായത്, വളരെ എന്താ പറയുക നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പൈസ കൊണ്ട് നിങ്ങൾ വാങ്ങരുത്. അപ്പം എന്റെ ആയത്തുകൾക്ക് പകരം നിങ്ങൾ വളരെ തുച്ഛമായ ഒരു പൈസ വാങ്ങരുത്. തുച്ഛമായ പൈസ എന്ന് പറയുമ്പം ഐഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഐഹികമായിട്ട് ഒരു പൈസക്ക് വേണ്ടി, അല്ലെങ്കിൽ ആളുകളിൽ നിന്നുള്ള അപ്രീസിയേഷന് വേണ്ടി, ആളുകളിൽ നിന്ന് ആദരവിന് വേണ്ടി, അവരിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ആയത്തുകളെ വിൽക്കരുത്. ഖലീലൻ വലാ തഷ്തറു ബി വലാ തഷ്തറു ബി ആയാതി സമനൻ ഖലീലൻ. എങ്ങനെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ ഇപ്രകാരം വിൽക്കാൻ പറ്റുക? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇഷ്തറു, ഫസ്റ്റ് ഈ വാക്ക് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഒരാള് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാന്ന് പറയുന്നത് അയാളുടെ കയ്യിലുള്ള പൈസ എന്തുകൊണ്ടും അല്ലെ, അയാളുടെ സമ്പാദ്യം എന്തുകൊണ്ടും അയാൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. അപ്പം ആ സമ്പാദ്യം കൊടുത്തിട്ട് അയാൾ എന്തെങ്കിലും ഒന്ന് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കയ്യിലുള്ള പൈസയേക്കാൾ പ്രിയപ്പെട്ടതായിട്ടാണ് അത് വാങ്ങുന്നത് അല്ലെ. അപ്പം അതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം മുനാഫിക്കുകളുടെ കാര്യത്തിൽ അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത് ഹിദായത്തിനേക്കാളും വലാലത്താണ് അവർ ഹിദായത്ത് കൊടുത്ത് വാങ്ങിയത്. അപ്പം അതുപോലെ ഇവിടെ നിങ്ങൾ എന്താണ്, എന്റെ ആയത്തുകളെക്കാളും തുച്ഛമായ ഒരു പൈസ, ഒരു വിലക്ക് നിങ്ങൾ കൂടുതൽ ഇഷ്ടം കാണല്ലേ, അതിനു വേണ്ടി നിങ്ങൾ വാങ്ങല്ലേ. എന്റെ ആയത്തുകൾ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ വളരെ തുച്ഛമായ ഒരു പൈസ ഐഹികമായിട്ടുള്ള സമ്പാദ്യമായിട്ട് നിങ്ങൾ നേടല്ലേ. അപ്പം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ, ഏത് തരത്തിലുള്ള ആണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിനെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ ആംഗിൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് രീതി എന്ന് പറയുന്നത്, തൗറാത്തിലും ഇൻജീലിലും നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആയത്തുകളുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യല്ലേ, അതിനെ മാറ്റി തിരുത്തല്ലേ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് കളയല്ലേ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ വളച്ചൊടിക്കല്ലേ, അതിനെ വേറൊരു രീതിയിൽ മനസ്സിലാക്കിയിട്ട്, അതായത് ഇതൊക്കെ ചെയ്തിട്ട് അവർ ചെറിയ തുച്ഛമായ ഐഹികമായിട്ടുള്ള സമ്പാദ്യം നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഐഹികമായിട്ടുള്ള അംഗീകാരം നേടാൻ വേണ്ടിയിട്ടാണ് അത് അവർ ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കിബർ എന്ന് പറയുന്ന ആ ഒരു ഡിസയറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർക്കറിയാം എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനി ഇസ്മായിൽ നിന്നാണ്, ബനി ഇസ്രായേൽ അല്ല. ജൂതന്മാർക്ക് ബനി ഇസ്മായിൽ നിന്ന് ഒരു പ്രവാചകനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന് ക്ഷതമുള്ള ഒരു കാര്യമാണ് അല്ലെ, അവർക്ക് നാണക്കേടാണ്. കാരണം അവർ ബനി ഇസ്മായിലിനെ ഉമ്മിയൂനായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്, അൺലെറ്റേർഡ് ആയിട്ടുള്ള, നിരക്ഷരരായിട്ടുള്ള. അവരാണെങ്കിലോ, ബനി ഇസ്രായേൽ ആണെങ്കിലോ ഭയങ്കര സംഭവമാണ്, നമ്മള് ഭയങ്കര എന്താ പറയാ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഒരുപാട് എൽമുള്ളവരാണ്, ഒരുപാട് പ്രവാചകന്മാർ വന്നവരാണ്, ഒരുപാട് ഗ്രന്ഥങ്ങളുള്ളവരാണ്. അപ്പം അവർ ഈ പറഞ്ഞ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടാവും അല്ലേ. കാരണം അവരെക്കാളും ഒരു പടി താഴെ അല്ലെങ്കിൽ ഒരുപാട് പടി താഴെ കണ്ടിരുന്നതാണല്ലോ ബനി ഇസ്മായിലിനെ. അപ്പോൾ അവരെന്താവും, ഒരു ഇത്തിരി സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോവും, ഉമ്മിയൂനിൽ പെട്ടുപോവും.
അപ്പൊ അവരാണെങ്കിലോ അവരുടെ ദീൻ വേറെ ആർക്കും കൊടുക്കാതെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് കരുതി വെച്ചിട്ടുള്ളവരായിരുന്നു അല്ലേ? നം ആഹ് ബാക്കിയുള്ളവരെല്ലാം അതായത് ജൂതന്മാരല്ലാത്തവരെല്ലാം ഒരു സെക്കൻഡ് ക്ലാസ് ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള കൂട്ടരായിരുന്നു അവര്. അപ്പം ഇപ്രകാരം ഉള്ള ഒരവസ്ഥയില് അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിന് ഒരു എളുപ്പത്തിന് വേണ്ടി അവരെന്താ ചെയ്തത്? ഏയ് അങ്ങനെ ഒരു വചനം ഇല്ല. അല്ലെങ്കിൽ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ആക്ച്വലി ഇവരെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ അതിനെ പല രീതിയിൽ പറഞ്ഞും വളച്ചും ഒടിച്ചും അവര് അതിനെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് തോന്നുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇത് ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അർത്ഥമല്ല ഇതിനുള്ളത് എന്ന് അവര് പല രീതിയിൽ അതിനെ മാറ്റിമറിച്ച് പറയാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ. നിങ്ങൾക്ക് എന്താണ് ഇതിൽന്ന് എന്താണ് എന്റെ ആയത്തുകൾ കൊടുത്തിട്ട് കിട്ടുന്നത് വളരെ തുച്ഛമായ വില അല്ലെ? ഈ ദുനിയാവിൽ വളരെ എന്താണ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു എൻജോയ്മെന്റ്. അത് ഈ ഭൂമിയിലുള്ള ഇനി എന്തൊരു എൻജോയ്മെന്റ് ആണെങ്കിലും അത് എന്താണ് ലിമിറ്റഡ് ആണ്, നശിച്ചു പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഭൂമി മുഴുവനും ഇത് കൊടുത്ത് കിട്ടുകയാണെങ്കിൽ പോലും അതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഭൂമി മുഴുവനും സ്വർണം കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൊണ്ട് കൊടുത്താലും ഖിയാമത്ത് നാളില് രക്ഷയുണ്ടാവില്ല. അപ്പം ഈ ലോകം മുഴുവനും എന്ന് പറഞ്ഞാലും അതുപോലും എന്താണ് ഖലീലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായില് 77-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്. ഖുൽ മതാഉദ് ദുനിയ ഖലീലുൻ വൽ ആഖിറതു ഖൈറുൻ ലിമനിത്തഖാ. പറയുക ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമായതാണ്, പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം. അപ്പം ഇത്തരത്തില് എന്താണ് ഇഹലോകത്തുള്ള തുച്ഛമായ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനെയും ഒക്കെ പറ്റി നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന് നിങ്ങൾ മാറ്റി മറിച്ച് വളച്ചൊടിച്ച് പറയല്ലേ. ഇനി രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം എന്നല്ല, അവരുടെ ഗ്രന്ഥത്തിലുള്ള ഏതൊരു ആയത്തുകളും അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു വചനങ്ങളും, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതോ ഖുർആനെ കുറിച്ച് പറഞ്ഞതോ അല്ലാത്ത ഏതൊരു കാര്യവും അവർ ഗ്രന്ഥത്തിൽ ഉടനീളമുള്ള ഏതൊരു കാര്യവും അവര് പൊതുവെ വളച്ചൊടിക്കുകയും ചേഞ്ച് ചെയ്യുകയും മോശപ്പെട്ട രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ഓൾട്ടർ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഐഹികമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. കാരണം ബനി ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലം ചെല്ലുന്തോറും അവരുടെ ദീൻ എന്ന് പറയുന്നത് അവരിലുള്ള പണ്ഡിതന്മാരിൽ അല്ലെങ്കിൽ അറിവ് നേടിയ ആളുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഒരു സാധാരണ ജനങ്ങൾ ഒരു വലിയ ശതമാനവും അറിവില്ലാത്തവരായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിലും ഏകദേശം ഇതുപോലെയൊക്കെ കാണാം അല്ലെ? പണ്ഡിതന്മാർക്ക് മാത്രമായിട്ട് ഇൽമിനെ മാറ്റി വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ഒരു ഐഡിയ ഇല്ല. അവരെന്താണോ പറയുന്നത് അത് ചെയ്യാന്നുള്ളതായി മാത്രം മാറുന്ന ഒരവസ്ഥ അല്ലെ? അറ്റ്ലീസ്റ്റ് അൽഹംദുലില്ലാഹ് ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അതിന് ചെറിയൊരു മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും. കാരണം പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അവർക്ക് ഈ പോയി പഠിച്ച് മനസ്സിലാക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഇതൊന്നും സഹിക്കാനും തയ്യാറില്ല. അതും ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ കാണുന്നില്ലേ അല്ലെ? നമ്മൾ ഖുർആൻ ഇപ്പൊ പഠിച്ചു വരുമ്പം എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമുക്ക് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമുണ്ട് അല്ലെ? എത്രത്തോളം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്കത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ആയത്തുകൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന എല്ലാ ലെസൺസും നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. പുതിയതായിട്ടുള്ള ലെസൺസ് ഒന്നും അല്ല. പക്ഷെ അതിനെ ശരിക്കും നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു റിലീജിയസ് ക്രൗഡ് അല്ലെങ്കിൽ ബനി ഇസ്രായേലുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവരെന്തെന്ന് വെച്ചാൽ ഇൽമ അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ അത് വെച്ച് കൺട്രോൾ ചെയ്യുകയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വളയ്ക്കുകയും ഒടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇനി അഥവാ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും മനസ്സിലാവാത്ത രീതിയിൽ, അതായത് എപ്പോഴും ഇവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൺട്രോൾ അവരുടെ കയ്യിൽ വെക്കുന്ന രീതിയിലേ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുള്ളായിരുന്നു. അവര് ദീനിനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിക്കുമായിരുന്നു. കാരണം വേറെ ആർക്കും അറിയില്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റുള്ളവർക്ക് അറിയെങ്കിലല്ലേ ചോദ്യം ചെയ്യപ്പെടുള്ളൂ അല്ലെ?
അപ്പം മാത്രമല്ല അവരുടെ അടുത്ത് എന്തെങ്കിലും ദീനിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്കിനി എന്തെങ്കിലും ഒരു ചെറിയ ഗുണമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് ദീനിനെ വളച്ചൊടിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ എളുപ്പമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് ഹിജാബ് ഇടാൻ താല്പര്യമില്ല. അപ്പം ഇതിന്റെ നിയമം എന്താണ് എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല, അത് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അങ്ങനെ പറഞ്ഞാലേ ആ കുട്ടി പിന്നെയും ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുള്ളൂ അല്ലെ. അതുപോലെ അവരെ ആ ഒരു കൺട്രോൾ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ആളുകൾ വന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ദീനിനെ അവര് വളച്ചൊടിച്ച് കൊടുക്കുമായിരുന്നു. അത് കാരണം അവര് അതായത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർ ആ ചോദ്യവുമായിട്ട് വരൂല എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ചില കേസസിലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും വേറെ ബെനിഫിറ്റ് ഉണ്ടാകും. അതായത് ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്താൽ അവരിൽ നിന്ന് വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഫേവർ ചെയ്തിട്ടുള്ള ഒരു ആൻസർ ദീനിൽ കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ചില കേസിലെങ്കിലും ഇപ്പം അവർക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയൂലെങ്കിൽ ഇത് അറിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ എൻ്റെ അടുത്ത് വരൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് അറിയുന്ന പോലെ അല്ലെങ്കിൽ ആ ഉള്ളതിനെ വളച്ചൊടിച്ച് അപ്പൊ അവർക്ക് തോന്നുന്നത് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പല രീതിയിലും അവര് ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, ആളുകളെ കയ്യിൽ വെക്കാൻ വേണ്ടി, ആളുകൾ എപ്പോഴും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദീനിനെ അവര് വളച്ചൊടിക്കുമായിരുന്നു. ഓക്കെ. ഇനിയിപ്പോ ചില നിയമങ്ങൾ ഇപ്പം ഫത്വ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും അതും അവര് ഒരു വിൽപ്പന ചരക്കാക്കി വെക്കുമായിരുന്നു. കാരണം ചില ഫത്വകൾ അല്ലെങ്കിൽ ചില ജഡ്ജ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്ന കേസ് ഉണ്ടാവുമായിരുന്നു. അതുപോലെ ഒരു ക്രിസ്ത്യാനികളുടെയൊക്കെ ഇടയിൽ ഉണ്ടായിരുന്ന വേറൊരു സംഭവമാണ്, ഇപ്പം ആളുകൾ തിന്മ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തിന്മ പൊറുക്കപ്പെടും, അത് ഇവരുടെ ഫണ്ടിലേക്ക് പോകും. അങ്ങനെ ഒരുപാട്. അത് തോന്നുന്നു ഇന്നത്തെ മുസ്ലിംസിന്റെ ഇടയിലും ഇത്തരത്തിലുള്ള പല പൈസ പരിപാടികളും ഉണ്ട്. അറിവില്ലാത്ത ആളുകളെ മാത്രമേ അങ്ങനെയൊക്കെ പലതും ചെയ്യാനല്ലേ, നിങ്ങൾക്ക് ഇത് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ആക്കി തരാം, അത് ഇന്ന ആള് ദുആ ചെയ്യും, ഇന്ന ആൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് ദീനിനെ പല രീതിയിൽ വളച്ചൊടിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാറ്റിമറിച്ച് പറയുമായിരുന്നു. അപ്പം ദീനിനെ എന്താണ് കച്ചവട ചരക്കാക്കുക അല്ലെങ്കിൽ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയും അവർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറയാണ്, വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീല, എന്റെ ദീനിനെ നിങ്ങൾ ലജ്ജാവഹമായ രീതിയിൽ ഡിസ്ഗ്രേസ് ചെയ്യല്ലേ, എന്റെ ആയത്തുകളെ നിങ്ങൾ നാണം കെടുത്തല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ ഐഹികമായ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ആയത്തുകളെ മാറ്റിമറിക്കല്ലേ. തുടർന്ന് അള്ളാഹു പറയാണ്, വഇയ്യായ ഫത്തഖൂൻ, നിങ്ങൾ എന്നോട് മാത്രം തഖ്വ കാണിക്കുക. ഇവിടെ ഫത്തഖൂനി നമ്മൾ ഫർഹബൂൻ പറഞ്ഞ പോലെ തന്നെ ഫത്തഖൂനി ആണ്. അപ്പം തഖ്വ ഉണ്ടാവുക. തഖ്വ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മളെ സ്വയം ഷീൽഡ് ചെയ്യുക, സംരക്ഷിക്കുക. എന്തിൽ നിന്ന്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കോപത്തിൽ നിന്ന്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുകയും അള്ളാഹു വിരോധിച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്യുക വഴി. പിന്നെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ അടുത്ത് പറയാണ്, വലാ തൽബിസുൽ ഹഖ, നിങ്ങൾ മിക്സ് ചെയ്യല്ലേ എന്ത്? സത്യത്തിനെ. തെൽബിസ് ലാംബാസിനി നമ്മൾ പറഞ്ഞു, ലബസ ലബിസ യൽബിസു അല്ലെ, എന്തെങ്കിലും ഒന്നിനെ മിക്സ് ചെയ്യുക, സത്യത്തിനെയും അസത്യത്തിനെയും മിക്സ് ചെയ്തിട്ട് അത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മിക്സ് ചെയ്യുന്നതിനാണ് തെൽബിസു എന്ന് പറയുന്നത്. ഓക്കെ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഏതാ മറ്റേത് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. അപ്പൊ എന്തിനെയാണ് മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്? അൽ ഹഖ്, സത്യത്തിനെ. എന്തിനോട് മിക്സ് ചെയ്തെന്നാ പറയുന്നത്? ബിൽ ബാത്തിൽ, അസത്യത്തെ. ഹഖ് ഹാ ഖാഫ് ഖാഫ്, ബാത്തിൽ ബാത്ത ലാം, സത്യം അസത്യം. അപ്പൊ നിങ്ങൾ സത്യത്തിനെ അസത്യവുമായിട്ട് മിക്സ് ചെയ്യല്ലേ, ശരിയെ തെറ്റുമായിട്ട് മിക്സ് ചെയ്യല്ലേ. മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ രീതിയിൽ മിക്സ് ചെയ്യണം അവർ, അതായത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യല്ലേ. കാരണം ഈ ബനി ഇസ്രായേല് ആ ഒരു സമയത്ത്, ഇപ്പൊ മദീനയിലൊക്കെ ആണെങ്കിലും ആ ഒരു സമയത്ത് ബനി ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂതന്മാരെന്ന് പറയുന്നത് അവർ അറിവുള്ള ആളുകളായിരുന്നു അല്ലെ. അവരുടെ കയ്യിൽ ഗ്രന്ഥമുള്ള ആൾക്കാരാണ്, അവർ അഹ്ലുൽ കിതാബാണ്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ അറബികള് അവരുടെ അടുത്ത് ചെല്ലുമായിരുന്നു ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട്. കാരണം ഇവർക്ക് അറിയില്ലല്ലോ. അപ്പം ഇവരുടെ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ചോദിച്ച് ചെല്ലുമ്പം അല്ലെങ്കിൽ ഒരുപാട് റിലീജിയസ് ഇഷ്യൂസ് ഒക്കെ വരുമ്പം എന്തെങ്കിലും
അടുത്ത് ചോദിച്ച ചെല്ലുകയും അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം, ഇത് ശരിയാണോ, തെറ്റാണോ, ഇദ്ദേഹത്തിൽ വിശ്വസിക്കണോ, ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യണോ. അപ്പൊ അവരുടെ പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിച്ചു ചെല്ലുമായിരുന്നു, എന്താ ചെയ്യണ്ടേ, ഇയാളെ പ്രവാചകനായിട്ട് സ്വീകരിക്കണോ. അപ്പം അവരെന്ത് ചെയ്യും, നൈസായിട്ടൊന്ന് മെല്ലെ തിരിച്ചു മറിച്ച് പറഞ്ഞു കൊടുക്കാം, അതെ, അത് ഇയാള് ഇദ്ദേഹം പ്രവാചകനൊക്കെ തന്നെയാണ്, പക്ഷേ അറബികൾക്കുള്ള പ്രവാചകനാണ്, അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ സത്യം എന്ന് പറയുന്നത് അതെ പ്രവാചകനാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ കളവ് എന്താണ്, അസത്യം എന്താണ്, ഇത് അറബികൾക്ക് മാത്രമുള്ള പ്രവാചകനാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് പറയണേ നമുക്ക് നമ്മളുടെ സ്വന്തം നബിമാരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്തരത്തിലാണ് അവര് എന്താണ് ഹക്കിനെ ബാത്തിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇന്നും നമ്മുടെ സമൂഹത്തിലെ ആളുകൾ വളരെ എന്താ പറയാ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നത് കാണാം. കാരണം ഈവൻ മുസ്ലിങ്ങളായിട്ടുള്ളവർ തന്നെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നുണ്ട്, ഖുർആന്റെ സത്യസന്ധതയെ അംഗീകരിക്കുന്നുണ്ട്, ഇതിനൊക്കെ സത്യപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ അവരെന്താ പറയാ, ഈ പറഞ്ഞ കാര്യമൊക്കെ എന്താണ് അന്നത്തെ കാലത്തെ നടക്കുള്ളായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ സൗദിയിലോ എന്താണ് സിറിയയിലോ മാത്രമേ നടക്കുള്ളൂ, നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല. അല്ലെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അത് കേട്ട് കഴിയുമ്പം ഈ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ, ഇനിയിപ്പോ ശരിക്കും അങ്ങനെ തന്നെയാണോ, ഇത് ഓർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ, നമുക്കത് ചെയ്യണ്ടേ, കാരണം നമുക്ക് ഭയങ്കര പ്രയാസമാണല്ലോ അല്ലെ, പലതും ചെയ്യാൻ വേണ്ടി ഭയങ്കര പ്രയാസമാണല്ലോ, ഇനി അത് ഓർക്ക് മാത്രം ഉള്ളതാണോ, നമ്മൾ ഇതിനകത്തൊക്കെ വിശ്വസിക്കണോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തില് സത്യത്തിനെയും അസത്യത്തിനെയും അവര് മിക്സ് ചെയ്തിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, നിങ്ങൾ അത് രണ്ടും മിക്സ് ചെയ്യല്ലേ, സെപ്പറേറ്റ് ആക്കി വെക്കുക, സത്യം വേറെ അസത്യം വേറെ, ആളുകൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്യല്ലേ. ഈവൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫത്വയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇത് കുഴപ്പമില്ല അതും കുഴപ്പമില്ല എന്ന് പറയുന്ന, അതായത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ മാറ്റി പറയുന്ന ആളുകളുണ്ട്. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കുള്ളതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ കയ്യിൽ നിന്ന് പോവോ, അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളടുത്ത് അത് ചോദിച്ചു വരൂലേ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട്. ഓക്കെ, അപ്പം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി എന്താ ശരി എന്താ തെറ്റെന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ. പിന്നെ എന്താ പറയുന്നത്, വതക്തുമുൽ ഹഖ, എന്താണ് നിങ്ങൾ ഹക്കിന് സത്യത്തിനെ മറച്ചു വെക്കുകയും ചെയ്യരുത്. വതക്തുമു കാഫ് താമീം, അർത്ഥം ഹൈഡ് ചെയ്യുക, മറച്ചു വെക്കുക, കാണാൻ പറ്റാത്ത രീതിയിലാക്കുക. അപ്പം ഇവിടെ ശരിക്കും വതക്തുമു എന്നല്ല വലാ തക്തുമു എന്ന് വായിക്കണം. കാരണം വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലിലെ ലാ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് ശരിക്കും വലാ തക്തുമു ആണ്, നിങ്ങൾ മറച്ചു വെക്കരുത്. പൊതുവെ ഒരു മനുഷ്യൻ സത്യത്തിനെ അസത്യവുമായിട്ട് മിക്സ് ചെയ്യുന്നത് എന്തിനാ, സത്യത്തിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്തു പറയാണ്, നിങ്ങൾ എന്ത് ആദ്യം മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞു, എന്നിട്ട് വീണ്ടും അള്ളാഹു സ്ട്രെസ് ചെയ്ത് പറയാണ്, നിങ്ങൾ വലാ തക്തുമു, നിങ്ങൾ അതിനെ മറച്ചു വെക്കുകയും ചെയ്യരുത്. അൻതും തഅലമൂൻ, എങ്ങനെ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ, ഐൻ ലാം മീം തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കെ, നിങ്ങൾ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കെ നിങ്ങൾ എന്ത് മറച്ചു വെക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം സത്യവും അസത്യവും മറച്ചു വെച്ച് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഇതിൽ നിന്നുള്ള ലെസൺസ്, പൊതുവെ ഈ ആയത്തുകളിൽ ബനി ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ഖുർആനിലേക്കും ക്ഷണിക്കുകയാണ് അല്ലെ. കാരണം അവര് ഈ പറഞ്ഞ രണ്ടിലും വിശ്വസിക്കണം. അതേസമയം അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. കാരണം നിങ്ങൾ വേറെ പലതും പേടിച്ചിട്ടായിരിക്കും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് ആളുകൾ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം, നമ്മൾ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിഭാഗമല്ലേ, അപ്പൊ അതിനെയൊക്കെ അടിയറവ് വെച്ചിട്ട് എങ്ങനെയാണ് അവർ പറയുന്നത് ചെയ്യുന്നത്, അവർ പറയുന്നത് വിശ്വസിക്കുന്നത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രവാചകനിലും ഖുർആനിലും വിശ്വസിക്കുക. നിങ്ങൾ എനിക്ക് തന്ന ഉടമ്പടി നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ ഡ്യൂട്ടികൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഡ്യൂട്ടികളിൽ പെട്ടതാണ് പ്രവാചകനിലെ വിശ്വസിക്കുക എന്നുള്ളത് അല്ലെ. നിങ്ങൾ ആളുകളെ ഭയപ്പെടരുത്.
ഈ ഐഹികമായിട്ടുള്ള ജീവിതത്തിനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ പ്രിഫർ ചെയ്യരുത്. അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഭയപ്പെടുക. ഈ ഒരു കാര്യത്തിൽ അല്ലെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്ന കാര്യത്തിൽ വേറെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ കാര്യത്തിൽ വേറെ ഒരു ഭയവും നമുക്ക് ഗുണം ചെയ്യൂല. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടേണ്ട ആവശ്യമേ ഉള്ളൂ. മാത്രമല്ല അത് തുടക്കത്തിൽ നമുക്കത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. പക്ഷെ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു എളുപ്പവും എന്താണ് ഒരു പിന്നെ അത് തുടരാനുള്ള എളുപ്പമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരും. പിന്നെ ബനി ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞൊരു കാര്യം, അവര് ആളുകളിലേക്ക് അവര് സത്യം എത്തിച്ചിരുന്നില്ല എന്നല്ലേ, അവരവരുടെ കയ്യിൽ തന്നെ വെച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പം ആളുകളിലേക്ക് സത്യം എത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ബനി ഇസ്രായേലിന്റെ ലെസണിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളതാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല അതായത് പ്രവാചകന്റെയും ഖുർആന്റെയും കാര്യം അവരെ അറിയിച്ചപ്പോ അത് അവര് മറ്റുള്ളവരിലേക്ക് അവരും ഉൾക്കൊണ്ടില്ല, മറ്റുള്ളവരിലേക്കും എത്തിച്ചിട്ടില്ല. അപ്പൊ അതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അത് ഉൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. നമ്മൾ നിർബന്ധമായിട്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തന്നെ വേണം. അതുപോലെ നിങ്ങൾ സത്യത്തിനെ മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞ കാര്യം അല്ലേ. നമ്മളെ മക്കളുടെ അടുത്ത് പോലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഹലാലും ഹറാമും മാറ്റി മറിച്ച് പറയോ കവർ ചെയ്ത് പറയോ ചെയ്യാൻ പാടില്ല. ചിലപ്പം അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മളില്ലേ മെല്ലെ ഒന്ന് നൈസായിട്ട് അതിനെ മാറ്റി മറിച്ച് അങ്ങനെ ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയുമ്പോൾ മക്കൾ ചോദിക്കും, ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഇത്ര ഷൗട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് ന്യായീകരണം കണ്ടെത്തും അല്ലെ, അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന്. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ പറയുന്നത് ശരിയാണോ, ചെയ്യുന്നത് ശരിയാണോ. ഓക്കെ, അങ്ങനെ ആണ് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മുന്നിൽ ഇത് തെറ്റ് തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ അപ്പൊ പോലും നമ്മൾ സത്യത്തിന് വളച്ചൊടിക്കാനോ ഹലാലിനെ ഹറാമാക്കാനോ ഹറാമിനെ ഹലാലാക്കാനോ പാടില്ല. പക്ഷെ പറയുന്ന രീതി ഒരു പക്ഷെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാമെങ്കിൽ പോലും സത്യം സത്യവും അസത്യം അസത്യവും തന്നെയാണ്. ഹലാല് ഹലാലും ഹറാമ് ഹറാമും ആണ്. അതിനെ കവറപ്പ് ചെയ്യാനും മിക്സപ്പ് ചെയ്യാനും യാതൊരു മാർഗവും ഇല്ല. പ്രത്യേകിച്ച് അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനുവാദവും ഇല്ല. അറിയാത്തവരാണെങ്കിൽ ഓക്കെ, പക്ഷെ നമുക്ക് അറിയുമെങ്കിൽ നമുക്കതിനെ മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ ആ മുസ്ലിങ്ങളുടെ അടുത്തും ഈവൻ മറ്റു മുസ്ലിങ്ങൾ നമ്മളെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോഴും നമുക്കൊരു കാര്യം അറിയുന്നുണ്ടെങ്കിൽ അതിനെ അറിയുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് ഒരു പക്ഷെ നമ്മൾ കടുപ്പമായിട്ട് അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലല്ലെങ്കിലും ശരിയായിട്ട് തന്നെ അത് ഓരോ മനുഷ്യർക്കും ഓരോ അവസ്ഥയിലിരിക്കുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഹിക്മത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അറിയുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ്. ദീനിന്റെ ശരിയായ പിക്ചർ, ഇത്രയും ഭംഗിയുള്ള ഒരു ദീനിന്റെ ഭാഗമാണ് നമ്മൾ അല്ലേ. അപ്പൊ അതിന്റെ ശരിയായ പിക്ചർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അല്ലാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല. കാരണം ഇത് നമ്മളുടെ ഗ്രന്ഥമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതി നമ്മളുടെ ബുക്കിൽ വേറൊരാൾ ഒരു പെൻസിലും റബ്ബറും ഒക്കെ കൊണ്ടുവന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അല്ലെ. എന്റെ ബുക്കാണ്, ഞാൻ എഴുതിയതാണ്, എനിക്കറിയാം മാറ്റാൻ തിരുത്താന്ന് വിചാരിക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ്, അള്ളാഹുവിന്റെ ദുനിയാവാണ്, അള്ളാഹു അൽ ഖാലിഖാണ് അല്ലെ. അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയ നിയമങ്ങളാണ്. അള്ളാഹ്ക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. നമ്മൾ ശരിക്കും അള്ളാഹുവിന്റെ അബ്ദ് മാത്രമാണ്, പറഞ്ഞാൽ അനുസരിക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. മാറ്റാൻ അള്ളാഹുവിന്റെ കലാമിനെ മാറ്റാനോ നിയമങ്ങൾ മാറ്റാനോ ഒന്നും നമുക്ക് ഒരു രക്ഷയുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് ലോകം പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് അല്ലെ. ഇപ്പോഴും കോവിഡ് വീണ്ടും 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 നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള വെള്ളപ്പൊക്കങ്ങള്, ഭൂമി കുലുക്കങ്ങള്, എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് ഒന്നുമല്ല, ഏതൊരു നിമിഷം ഒരൊറ്റ നിമിഷം മതി അള്ളാഹ്ക്ക് നമ്മളെ ഇവിടുന്ന് പറിച്ച് കളയാൻ വേണ്ടിയിട്ട് അല്ലെ. അൽ ഖാലിഖായ റബ്ബിന്, അള്ളാഹു ആണ് ഈ ദീനിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ദീനിന്റെ റൂൾസ് എല്ലാം സെറ്റ് ചെയ്തത് അള്ളാഹാണ്.
അപ്പം ആളുകൾ ഖുർആനെ കുറിച്ചിട്ട് ആർഗ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ സുന്നത്തിനെ കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നതൊക്കെ കാണാം. അത് അങ്ങനെ ശരിയല്ല, ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവുമായിരുന്നു. നമുക്ക് ഒരു അധികാരവും ഇല്ല അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നമ്മൾ ചെയ്ത്. ഇനി നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാന്ന് പറയാം. പക്ഷെ അതിനെ ചോദ്യം ചെയ്യുക, അള്ളാഹുവിന്റെ ഏതെങ്കിലും നിയമങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു വകുപ്പ് നമുക്കില്ല. കാരണം നമ്മൾ വെറും അടിമകൾ മാത്രമാണ്. അബ്ദാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ. അള്ളാഹു ഒരൊറ്റ നിമിഷം മതി നമ്മളെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന എത്രയോ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലെ, പലരും പെട്ടെന്ന് മരിച്ചു വീണു. അത് നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കൽ ഇന്ന് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ കലാമിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളുടെ മുമ്പിൽ ഇല്ല. അതിന് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല. അത് അതേപടി അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം സത്യം എന്താണോ അതിനെ അതേപടി അനുസരിക്കുക, അതിന് സത്യപ്പെടുത്തുക എന്നുള്ള ഒരു ഓപ്ഷനേ നമ്മളുടെ മുമ്പിലുള്ളൂ. അതിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനോ മറയ്ക്കാനോ അതിലൊരു കഷ്ണം കളയാനോ അല്ലെങ്കിൽ മറച്ചു വെക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക, അള്ളാഹുവിന്റെ കോപത്തിനെ ഭയപ്പെടുക, അള്ളാഹുവിന്റെ വെറുപ്പിനെ ഭയപ്പെടുക. അപ്പം അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലെ അനുസരിക്കുക. അത് നമ്മളുടെ ഇച്ഛകൾക്കെതിരെ ആണെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾക്കെതിരെ ആണെങ്കിലും, ഈവൻ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസം അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അല്ല വരുന്നതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നതാണ്, അതിനകത്തൊരു ഖൈറുണ്ട്, അത് സ്വീകരിക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന് ഏറ്റവും നല്ല അടിമയാവാൻ വേണ്ടിയിട്ട് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇനി വേറൊരു ചോദ്യം, അതായത് ഇത് ഖുർആനിനകത്ത് ഇവിടെ ബനി ഇസ്രായേലിനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അല്ലെ. പക്ഷെ ബനി ഇസ്രായേൽ ഈ ഒരു ഗ്രന്ഥം വായിക്കുന്നൊന്നുമില്ല അല്ലെ, നമ്മളല്ലേ ഇത് വായിക്കുന്നത്. പിന്നെ ഈ ബനി ഇസ്രായേലിനെ അഡ്രസ്സ് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നേക്കാം. നമ്മൾ പറഞ്ഞു, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ജീവിച്ചിരുന്ന ബനി ഇസ്രായേലിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു ആയത്തുകൾ വന്നിട്ടുള്ളത്. അപ്പം മദീനയിലെ ജൂതന്മാര് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും പ്രവാചകന്റെ ഗ്യാതറിങ്സ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ഖുർആൻ കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇൻസ്ട്രക്ഷൻസോട് കൂടി ഖുർആനിൽ ഇത്തരം ആയത്തുകൾ വന്നിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലം എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബനി ഇസ്രായേൽ വന്ന് ഖുർആൻ കേൾക്കുന്ന സാഹചര്യം ഒന്നുമില്ല അല്ലെ. അപ്പം അതിന് രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്ന് ലേൺ ചെയ്യുക, അവരുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കുക, അവർ ചെയ്തതുപോലെ തെറ്റുകൾ ചെയ്യാതിരിക്കുക. രണ്ട്, ഇത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ഡ്യൂട്ടിയും കൂടെ നമ്മളുടെ കയ്യിൽ ഉണ്ട്. നമ്മൾ വിചാരിക്കുക അവർക്കും അറിയാലോ, അവരും തൗഹീദിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല, അവർക്ക് എന്താ ഇത്ര പറഞ്ഞു കൊടുക്കാന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അവരുടെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് അവരിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളത്. മാത്രമല്ല അവർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് ലെസൺസ് ഉൾക്കൊള്ളുക എന്നുള്ളതും. ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുമോ ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ദുആ ചെയ്യുക. അള്ളാഹ്ക്ക് അതിനൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി തരാൻ ഒരു പ്രയാസവും ഇല്ല. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് റബ്ബിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് ഒരു പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ റബ്ബ് നമുക്ക് ഒരുക്കി തന്നേക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട്. ഒന്ന്, അവരുടെ തെറ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. രണ്ട്, അവരിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുക. ഈ രണ്ട് ഡ്യൂട്ടിയും നമ്മളുടെ കയ്യിൽ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പം ഇത്രയും വെച്ച് ഇന്ന് നിർത്താണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ നമുക്ക് നാളെ തുടരാം. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.